നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയ്ക്ക് നേരെ പ്രതിഷേധിച്ച് KFC യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച സംഭവം. ഈ സംഭവത്തിൽ വാദിഭാഗം ഉയർത്തിയ ചില വാദങ്ങൾ, അതുമാത്രമല്ല കോടതി വിമർശിച്ച വിമർശനങ്ങൾ, കഴിഞ്ഞ ദിവസമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവർ പ്രകടിപ്പിച്ചതെന്നാണ് വാദിഭാഗം വാദിച്ചത്. സെഷൻസ് കോടതിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു വാദിഭാഗം ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം സുരക്ഷാ സംഘത്തിന്റെ വാഹനം നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടത്തിയിരിക്കുന്നത്. പരാതിക്കാർ ഒരു പ്രകോപനവും സൃഷ്ടിക്കാതെയാണ് അവരെ ഇത്തരത്തിൽ തല്ലി ചതച്ചത്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മാത്രമേ വിളിച്ചുള്ളൂ. യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ടാൽ മുൻ മുഖ്യമന്ത്രിക്ക് പേടിയാകുമോ എന്ന ചോദ്യവും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉയരുകയുണ്ടായി. ഔദ്യോഗിക ജോലി ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നവരെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നുവെന്നും വാദിഭാഗം വിമർശിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധക്കാരോട് വിരോധമുണ്ടായിരുന്നില്ലെന്നും ജോലിയുടെ ഭാഗമായ നടപടിയായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന വാദം. സുരക്ഷാ സംഘം പ്രയോഗിച്ച നീളൻ ലാത്തി, അത് നേരത്തെ തന്നെ വിമർശനം ഉയർന്നതാണ്. ഇത്തരത്തിൽ ഈ ലാത്തി ഉപയോഗിക്കാമോ, അത് മാത്രമല്ല ഇത്തരത്തിൽ ഉപദ്രവത്തിന് വേണ്ടി ഉപയോഗിക്കാമോ എന്ന ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമാണ്. ഗുരുതര സംശയങ്ങൾ SITയുടെ റിപ്പോർട്ടിൽ വ്യക്തമാണ്. മർദ്ദനത്തിന് ഉപയോഗിച്ച നീളൻ ലാത്തി പോലീസിൽ നിന്ന് നൽകിയതല്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വടി എവിടെ നിന്ന് വന്നു? വടിയെപ്പറ്റി അന്വേഷണം വേണം. AD തോമസിന്റെ തലയിൽ ലാത്തി കൊണ്ട് ശക്തമായി അടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തലയിൽ മുറിവുണ്ടായെന്നും തുന്നൽ വേണ്ടി വന്നുവെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അടിച്ച രീതി, അടിയുടെ ശക്തി, ഏതുതരം ആയുധം, ശരീരത്തിന്റെ ഏതു ഭാഗത്താണ് ലക്ഷ്യമിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവകരമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം നിർണ്ണയിക്കുന്നതിൽ ഇത് വളരെയധികം പ്രസക്തമാണ് എന്ന ഒരു കാര്യം കൂടി ഒരു വശത്തുണ്ട്. സ്ഥലത്ത് ഈ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരും മർദ്ദനമേറ്റ അജയ് ജുവൽ കുര്യാക്കോസും ഇതിനെ പ്രതിരോധിച്ചിരുന്നു. ജീവാപായം ഉണ്ടാകുന്ന വിധത്തിലായിരുന്നു മർദ്ദിച്ചതെന്ന നിഗമനത്തെ ഫോറൻസിക് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ ശരിവയ്ക്കുന്നുണ്ട്. ഒരു തോക്കും ബാഗും മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതെന്നും ലാത്തി നൽകാറില്ലെന്നും വാദിഭാഗവും ചൂണ്ടിക്കാട്ടി. എന്തായാലും കോടതി നിർണായകമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കോടതിയുടെ വിമർശനങ്ങളിലേക്ക് വരാം. അതിനു മുന്നേ നവകേരള യാത്രയ്ക്കിടെ ഈ സംഭവം ഉണ്ടായതിൽ ഈ ഗൺമാന്മാരുടെ മൊഴി, ഇപ്പോൾ പിടിയിലായ ഗൺമാന്മാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഗൺമാന്മാർ SITക്ക് മൊഴി നൽകിയത്. ഗൺമാന്മാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടത് ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് SITക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് ഗ്രേഡ് SIമാർ സമ്മതിച്ചിരിക്കുന്നത്. ADGPയുടെ ഓഫീസിലെ ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തുമാണ് പിഴവ് പറ്റിയെന്ന് അന്വേഷണ സംഘത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമ്മതിച്ചത്. നേരത്തെ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കാതിരുന്ന SIമാർ തെളിവുകൾ നിരത്തി കാണിച്ചപ്പോൾ പിഴവ് ഏറ്റുപറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴയിൽ വെച്ച് മർദ്ദിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ADGPയുടെ ഓഫീസിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ട് 2024 ഓഗസ്റ്റ് 4-നാണ് ശ്രീകാന്തും ഗിരീഷും വിളിച്ചത്. ഈ സമയം ADGP വയനാട്ടിലെ ദുരന്ത ഭൂമിയിലായിരുന്നു. ഇവിടെ നിന്ന് ഫോണിലായിരുന്നു ADGP നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഓഗസ്റ്റ് 5-ന് ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച കുറിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥർ തിരുത്തുവരുത്തി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തില്ല. തുടർന്ന് ADGPയുടെ നിർദ്ദേശപ്രകാരം 13-ന് ഉദ്യോഗസ്ഥരെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ഓഫീസിൽ വെച്ച് തന്നെ റിപ്പോർട്ട് തിരുത്തി എഴുതുകയും ചെയ്തു. 15-ന് ഓഫീസിലെത്തിയ ADGP തിരുത്തിയ റിപ്പോർട്ട് പരിശോധിച്ച് അംഗീകരിച്ചു. ഈ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു എന്നാണ് ഗ്രേഡ് SIമാർ നൽകിയിരിക്കുന്ന മൊഴി. എന്നാലും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരുടെ കുറ്റസമ്മതമൊക്കെ നടന്നിരിക്കുന്നത്. IPC 308 എങ്ങനെ ചേർത്തതാണ്? വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തതാണ് എന്നാണ് SITക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മെഡിക്കൽ ബോർഡിലെ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം തേടിയിരുന്നു. ആദ്യ റിപ്പോർട്ട് തിരുത്താൻ ഉന്നത ഇടപെടൽ നടന്നെന്നതും റിപ്പോർട്ടിൽ മുൻകൂർ ജാമ്യ ഹർജി കോടതി 10ാമതായി ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി ചൊവ്വാഴ്ച വരും. ഇരു വിഭാഗത്തിന്റെ വാദം വിശദമായി കേട്ട കോടതി വിധി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചത്. വധശ്രമ കുറ്റം ചുമത്തിയ SIT നടപടിയെ കോടതി ചോദ്യം ചെയ്തു. പെട്ടെന്നുള്ള പ്രതികരണമല്ലേ ഉണ്ടായതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സാഹചര്യം നിയന്ത്രിക്കാനായിരുന്നു മർദ്ദനമെന്നും കൃത്യനിർവഹണത്തിന് അപ്പുറം നിന്നുള്ള കാര്യങ്ങൾ ചെയ്തുവെന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇത്തരം പ്രതിഷേധം ഉണ്ടാവുമെന്ന് ഗൺമാന്മാർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നോ എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരുന്നോ എന്നും കോടതി ചോദിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടും മുൻപ് ജാമ്യ
ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തു. മെയ് 30 ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ചുരുങ്ങിയ സമയപരിധിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്തത് എന്തിനാണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പ്രതികൾ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് ജാമ്യം കിട്ടുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയത്. ജാമ്യം കിട്ടിയാൽ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ നൽകി അത് ചെയ്യണം. അതാണ് നടപടിക്രമം. അതില്ല എങ്കിൽ കോടതി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നും കോടതിയുടെ വിമർശനം. 308 വകുപ്പ് കൂടി ചേർത്തതിലല്ല, ചേർത്ത രീതിയിലാണ് എതിർപ്പ്. ജാമ്യം കിട്ടുകയോ എന്നത് പ്രതികളുടെ ഭരണഘടനാ അവകാശമാണ്, നിയമം ബന്ധനമല്ല. ജാമ്യം കിട്ടിയെങ്കിൽ കോടതിയിൽ അപേക്ഷ നൽകി റദ്ദാക്കാനുള്ള ശ്രമം നടത്താമായിരുന്നു. ആലോചിക്കാതെ വകുപ്പുകൾ ചേർക്കുകയല്ല വേണ്ടത്. ഒരു തവണ ജാമ്യം കിട്ടിയാൽ എല്ലാം അവസാനിച്ചു എന്നല്ല കരുതേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. പ്രതികൾ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുത്തതല്ല എന്ന് വാദിഭാഗം. അവർക്ക് ആയുധം എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ആയുധമല്ല മർദ്ദനത്തിന് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള വാദങ്ങൾ. പ്രോസിക്യൂഷൻ നിരവധി തവണ ദൃശ്യങ്ങൾ കണ്ടു. ചേംബർ ഒറ്റയ്ക്ക് ദൃശ്യങ്ങൾ കണ്ടിട്ട് കാര്യമില്ലെന്നും അതുകൊണ്ടാണ് തുറന്ന കോടതിയിൽ കാണിക്കുന്നതെന്നുമായിരുന്നു കോടതി പറഞ്ഞത്. വാഹനത്തിൽ നിന്ന് ഗൺമാൻമാർ ഇറങ്ങുന്നത് കാണാനാകുന്നില്ല എന്നും കോടതി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച് നൽകിയ ലാത്തിയാണ് ഗൺമാൻമാർ ഉപയോഗിച്ചതെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. കേസിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും മർദ്ദനം ഉണ്ടായില്ലെന്ന് പറയാൻ കഴിയില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. തല ലക്ഷ്യം വെച്ചാണ് മർദ്ദനം നടന്നത്. എങ്ങനെ അത് പറയാൻ സാധിക്കുന്നത്? മർദ്ദനം നടന്നില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നും കുനിഞ്ഞത് കൊണ്ടല്ലേ തലയ്ക്ക് അടിയേറ്റതെന്നും തലയിൽ ലാത്തിയുടെ അറ്റം മാത്രമാണ് കൊണ്ടതെന്നുമാണ് വ്യക്തമാക്കുന്നത്. പോലീസ് സമർപ്പിച്ച ദൃശ്യങ്ങൾ 20 തവണയാണ് കോടതി കണ്ടത്. ക്രൂരമർദ്ദനം നടന്നത് അന്നത്തെ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാനാണെന്നും എന്ന വിമർശനവും കൂടി ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എന്താണ് കോടതി വിധി എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും രേഖകൾ തിരുത്താൻ മേലുദ്യോഗസ്ഥന് സമ്മർദ്ദം ചെലുത്തി എന്നതടക്കമുള്ള ഒരു വിമർശനവും കൂടി ADGP MR അജിത് കുമാറിനെതിരെയുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം മുന്നിലുണ്ട്. SITക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കേസിൽ നേരിട്ട് ബന്ധമില്ല എന്നും SITക്ക് നൽകിയ മൊഴിയിൽ ഈ ഗ്രേഡ് SIമാർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആകെ മൊത്തം പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ എന്ത് വഴിത്തിരിവാണ് സംഭവിക്കാൻ പോകുന്നത്, വിധിയുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവമാണ്, വൻ അട്ടിമറികൾ നടന്നിരിക്കുന്ന കേസായിട്ട് തന്നെ ഇത് മാറുകയാണ്. ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ADGP ഓഫീസിൽ നടന്നത് വലിയ അട്ടിമറിയാണെന്ന് വ്യക്തം. ആദ്യ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് മാറ്റുകയും കേസ് നിലനിൽക്കില്ലെന്ന വിധത്തിൽ ഇത് റെഫർ റിപ്പോർട്ടാക്കുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഈ കേസിലെ വിധി വരാൻ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കും വിധി എന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.